സിപിഐഎം പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ നാളെ ദില്ലിയിൽ തുടങ്ങും. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനമാണ് യോഗത്തിന്റെ അജണ്ട. കോൺഗ്രസുമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ധാരണയെ ബംഗാൾ ഘടകം കേന്ദ്ര കമ്മിറ്റിയിൽ ന്യായീകരിക്കും. കേരളത്തിൽ ബിജെപിയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചതിനെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. വി.എസ്. അച്യുതാനന്ദന്റെ പദവി സംബന്ധിച്ച വിഷയങ്ങൾ പിബിയുടെ പരിഗണനയ്ക്ക് വന്നേക്കും. ശനി ഞായർ ദിവസങ്ങളിലായി ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയുടെ മുന്നോടിയായാണ് നാളത്തെ പോളിറ്റ് ബ്യൂറോ യോഗം. പശ്ചിമബംഗാൾ, കേരളം, ആസാം, തമിഴ്നാട്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനമാണ് യോഗങ്ങളുടെ പ്രധാന അജണ്ട. പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ധാരണ പാർട്ടി കോൺഗ്രസ് തീരുമാനത്തിന്റെ ലംഘനമാണെന്ന് പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞ മാസം വിലയിരുത്തിയിരുന്നു. എന്നാൽ പോളിറ്റ് ബ്യൂറോയുടെ ഈ നിലപാടിനെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 3 PB അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേർന്ന സംസ്ഥാന സമിതി നിരാകരിച്ചിരുന്നു. ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഹകരണം തുടരുമെന്ന് ബംഗാൾ ഘടകം സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്ര വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതേ നിലപാട് കേന്ദ്ര കമ്മിറ്റിയിലും ബംഗാൾ നേതാക്കൾ ശക്തമായി ഉന്നയിക്കുമെന്നാണ് സൂചന. കേരളത്തിൽ ബിജെപിയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതിനെക്കുറിച്ചും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തേക്കും. വി.എസ്. അച്യുതാനന്ദന്റെ പദവി സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച നടക്കില്ലെങ്കിലും നാളത്തെ PBയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടേക്കാം. പദവി നൽകുന്നതിൽ കാലതാമസമുണ്ടാകുന്നതിൽ വി.എസിനും PBയിലെ ചില നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. വി.എസിന്റെ അതൃപ്തി നീക്കുന്നതിനായുള്ള ചർച്ചകളും ദില്ലിയിൽ നടന്നേക്കും. ബി. ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി.